ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. സോ ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ല, ഇഞ്ചക്ഷനെല്ലാം വെച്ചിട്ട് ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ട് രാവിലെ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കണം. അങ്ങനെ കുറേ ഇഞ്ചക്ഷൻ വെച്ചിരുതാ ഇങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ. നല്ല വേദനയുണ്ട്. അപ്പോഴത്തേക്ക് ഇക്കൊക്കെ ഉളക്കിയിടണേ. കുറച്ച് നേരം ഇക്കാനോട് മുണ്ടിയിട്ട് ഡ്രസ്സെല്ലാം പാക്കാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അച്ചക്കുൻ്റെ കൂടെ വന്നത് കൊണ്ട് ഉറപ്പായിട്ട് എവിടെയെങ്കിലും വിസിറ്റിംഗ് ആക്കാനുണ്ടാകും കൺഫേം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുത്തനിതാ ഡിക്കിലെ കയറിയിട്ട് ഡോറെടുക്ക്, ഞാൻ ഡിക്കിലേ കിടക്കുമെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ഓനെ ഡിക്കിലാക്കിയിട്ടാ. അപ്പോഴത്തേക്ക് ആൻറ്റി ഒരു ലേസ് വാങ്ങി കൊടുത്തത് കൊണ്ട് നേരെ മുമ്പിൽ വന്നിട്ട് ഇരുന്ന് ഞാനൊരു ലേസ് ചോദിച്ചത് ഓൻ്റെ ഭാഷയിൽ എന്തെല്ലോ ഡയലോഗും പറഞ്ഞിട്ടാ. അങ്ങനെ ആടെ നമ്മൾ നേരെ പോകുന്നില്ലത് ലുലു മാലിലിട്ടാ. അങ്ങനെ ആടെ എത്തിയപ്പാടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വട്ടം തരുന്നേ. അപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ പേര് എന്തറല്ലേ, നമ്മൾ മെട്രോയിൽ കയറാമെന്ന് പറഞ്ഞു. ഉമ്മ ഒറ്റൊരു വാശി, ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോന്ന്. അങ്ങനെ ഉമ്മാൻ്റെ അവർ സൂപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഉമ്മാൻ്റെ അവർ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മൾ ആടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടാ. മെട്രോ ലുലുവിൽ ഉണ്ടെന്നറിയാം, പക്ഷേ ഇതിൽ കയറേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് തപ്പി ലാസ്റ്റ് കുറേ ആളോട് ചോദിച്ച് അങ്ങനെ എന്താ പറയല് കുറേ നേരം തപ്പിയിട്ടാ. അങ്ങനെ ഏടെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരാൾ ആ സൈഡ് പോകാൻ പറയുന്നു, ഒരാൾ ഈ സൈഡ് പോകാൻ പറഞ്ഞു. അങ്ങനെ ഏതെല്ലോ സൈഡ് പോയിട്ടുണ്ടല്ല. ലാസ്റ്റ് എന്താ പറയില്ലേ, മെട്രോയിൽ കയറണോന്നൊരു വിചാരം വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കണ്ണിൽ പെട്ടിട്ടാ. ഇനി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയല്, ഉമ്മ ഫസ്റ്റേ പറഞ്ഞു പോണ്ട, വെറും ശോകമായിരിക്കും, ഒരു പാങ്ങില, വെറുതെ കുത്തിരിക്കണം പറഞ്ഞിട്ട്. പിന്നെ നമ്മളൊരാശയല്ലേ, എന്തെങ്കിലും പോയി നോക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്കൊരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീൽ കേട്ടോ, എന്തെന്നറിയില്ല. അങ്ങനെ നേരെ എവിടെ പോകേണ്ടതെന്ന് ഒരു പ്ലാൻ ഇല്ലാതെ അപ്പോഴത്തേക്ക് അടുത്തന്നെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഏത് സ്റ്റോപ്പ് അവിടെ വരെ നമുക്ക് പോകാമെന്ന് പറയും ഒരു ഐഡിയ ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ടിക്കറ്റ് പോകുമ്പോഴത്തേക്ക് അച്ചൊക്കെ എടുത്തത് വരുമ്പോഴത്തേക്ക് മെല്ലെ എൻ്റെ തലയിലിട്ടിട്ടാ നാറി. അങ്ങനത്തെ ടിക്കറ്റും കിട്ടിച്ച് നേരെ അതായത് ഞാൻ പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെക്കിങ്ങെല്ലാം ഉണ്ടാവും, ആ ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ എന്താ പറയുക ഈ ടിക്കറ്റ് ഈടെ ടാപ്പാക്കിയെങ്കിൽ ഇത് ഓപ്പണാണ്. ഈ സംഭവത്തിൽ കയറുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇതിന് മുമ്പ് ഉമ്മ കയറിയത് കൊണ്ട് ഉമ്മൻ്റെ ഒരു വലിയ സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ. ഉമ്മ റൈറ്റ് സൈഡിൽ അമർത്തുന്നത് ലെഫ്റ്റിൽ വെക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ആരോ ഒന്ന് ടാപ്പാക്കിയതിൻ്റെ കൂടെ അവരെ കൂടെ പോയി ചെയ്തിട്ടാ. അതിൽ കുറേ വലിയ സ്റ്റോറി തന്നെ ഉണ്ട്, എനിക്ക് നേരെ അറിയാത്തതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് നേരെ അടുത്തിട്ടാണ് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു മെട്രോ പോയി. ഞാൻ വിചാരിച്ചു അതായിരിക്കും നമ്മളതെന്ന്, ടിക്കറ്റാക്കിയത് വലുതായോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മെട്രോ പോയി വന്നിട്ടാ. കുറേ മെട്രോ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആകുന്നിട്ടാ. ഇതിന് മുമ്പ് അയ്യാനും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് ഉമ്മവും ഇച്ചവും അയ്യാനും അജ്ജും എല്ലാം കൂടിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അവർ മെല്ലെ ഇവിടെ കയറിച്ച് മെട്രോയിലെല്ലാം കയറിയിട്ട് പോയത് കേട്ടോ. ആ ഐഡിയ ഉണ്ടായത് കൊണ്ടോന്ന് അറിയില്ല, അയ്യന് ഇരുന്നിട്ട് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അല്ല പെട്ടോന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റോപ്പ് പിന്മോ നേരെ ഇറങ്ങിയിട്ട് പോകാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഓനെ ലോക്കാക്കിയിട്ടെല്ലാം പിടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പുറം ഇപ്പുറമെല്ലാം നോക്കിയിട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കുക, അവരെ കൊണ്ടുപോകുന്നല്ല പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെയല്ലോ ആക്കി. ലാസ്റ്റ് ഓനെ ഇങ്ങനെയും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ച് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാം. നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് വേണ്ട, ഇനി 2 സ്റ്റോപ്പല്ലേ ഉള്ളത്, ഇനി നാട്ടിലേക്ക് എത്താട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ഇവിടെ എത്തുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്തെന്നറിയില്ല, എനിക്ക് മാത്രം ഉണ്ടായതോ ഇവർക്ക് ഉണ്ടായതോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ആടെ ഇരുന്ന് ഒന്നിനും പറ്റുന്നുണ്ടായിട്ട. അങ്ങനെ അയ്യനത് ഒരു കൊക്കക്കോളവും മാവും വാങ്ങിയിട്ട് വന്ന് എന്നിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. ഒട്ടും പറ്റുന്നുണ്ടായിട്ടാ. വയറ്റെന്നാൽ ഗുളുഗുളൂന്ന് സൗണ്ടും വരുന്നുണ്ടായിരുന്നു പയച്ചിട്ട്. അങ്ങനെ നേരെ ഉമ്മാലവരെ കൂട്ടിയിട്ട് ലുലുവിന്ന് പുറത്ത് പോയിട്ടാ. അപ്പോഴത്തേക്ക് വണ്ടിയിൽ എന്തോ ഒരു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പേരറിയില്ല. ആ ഫ്രൂട്ട്സും കഴിച്ചിട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലെത്തി. കുറച്ച് ലോങ് വന്നിട്ടാ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്നറിയാം കേട്ടോ ഈ ഹോട്ടൽ. എന്തെന്നറിയില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഓർഡർ ആക്കിയത് മന്തിട്ടാ. കുറച്ച് ലേറ്റായെങ്കിലും എത്തുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടുക. പൈസത് കൊണ്ടൊന്നും അറിയില്ല, പക്ഷേ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ട മന്തിയാണിത്. അങ്ങനെ അതും കണ്ട് എങ്ങനെ ഇട്ടിനി അതേ കണക്ക് കാലി തന്നെ വന്നെത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ള് കാലി. അതിന് ആടുന്ന് നേരെ വിട്ടത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇട്ടാം. ഞാൻ ഫസ്റ്റായിട്ട് പോകുന്നുള്ളത്.
അങ്ങനെ ആടെത്തിയിട്ട് ഫസ്റ്റ് വിചാരിച്ച് അയ്യനെ കൽപ്പിച്ചിട്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ. എന്നാലേ കുറച്ച് ഓനിക്ക് ഹാപ്പി ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഓരോരോ കളിക്കുന്നതിൽ എത്തിച്ചൊരു 2 മിനിറ്റ് കളിപ്പിച്ചിട്ടാ. ആളാ ഫുൾ ഹാപ്പി. പക്ഷെ ഞാൻ ഓനെ കളിപ്പിക്കാൻ അവൻ്റെ അടുത്ത് പോയിട്ടാ. ഫറാദും അച്ചക്കും ഈ രണ്ടാളും എത്തിച്ചിട്ട് കളിപ്പിക്കുന്നുണ്ടായിന്. ഓനിക്ക് ഹാപ്പി ഉണ്ട് കേട്ടോ. അവന് ഫുൾ എൻജോയ് ആക്കി. പക്ഷേ ആൾക്ക് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നല്ല ബേജാറുണ്ടായിന്. ഇവിടുന്ന് നമ്മൾ നേരെ അപ്പുറം പോകുമ്പോഴത്തേക്ക് ഓനിക്ക് ഇവിടെ കളിച്ചത് തേഞ്ഞിട്ടാണ്. പക്ഷേ നമുക്കത്ര സമയം ഉണ്ടായിട്ടാ. ഇനി ഇവിടുന്ന് നമുക്ക് തൃശ്ശൂരിലേക്ക് പോകണം. ഒന്നാമത് ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളത് എനിക്ക് ഒട്ടും കഴിയുന്നുണ്ടായിട്ടാ. പിന്നെ എന്നാലും എന്താ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടാ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാ. പിന്നെ എന്താ പറയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലും നല്ല നല്ല രസമുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ എന്തെല്ലോ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് എനിക്ക് ഭയങ്കര ടയർഡായി. അപ്പോൾ ഉമ്മയും ആൻറ്റി ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ കൂടെ പോയിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചക്കും ഫറാദ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അവരെ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇരുന്ന് മുങ്ങാന്ന് എനിക്ക് പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ എന്താ പറയല്, അപ്പോഴേക്ക് പോവാൻ നമ്മളത്തെ കാര്യം എനിക്ക് എന്തായതെന്ന് അറിയില്ല. ഭയങ്കര കരച്ചിലിട്ടാ. പിന്നെ അവന് എന്തായാലും സാധനം ചോദിക്കുന്നതിന് ഒരു സാധനം വാങ്ങി കൊടുത്ത്. പക്ഷേ അവന് വേസ്റ്റ് ആക്കുമെന്ന് അറിയുന്നത് കൊണ്ട് വലിയ അങ്ങനൊന്നും വാങ്ങി കൊടുത്തിട്ടാ. പിന്നെ എന്താ പറയല്, ഈ സാധനം കൊണ്ടുണ്ടല്ലോ ഒരു ചാടി എന്ത് പറ്റുമെന്നറിയില്ല. ഭയങ്കര വാശി എന്ന് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് അച്ചക്ക് പറഞ്ഞു ഓൻ ഈടെ തന്നെ ആക്കിയിട്ട് നമുക്ക് പോകാനെ വേണ്ടാന്ന്. പിന്നെ അതിനും എക്സ്ട്രാ ഒരു കരച്ചിൽ. പിന്നെ എന്താ പറയുക, എങ്ങനെയല്ലോ പിടിച്ചിട്ടിച്ച് അവനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടാ. പിന്നെ ഈടുന്ന് നമുക്കിനി തൃശ്ശൂരിൽ പോകണം. തൃശ്ശൂരിൽ ഇക്കന്നെ ബോസിൻ്റെ വീടുള്ളത് കേട്ടോ. ആടെയാണ് നമ്മൾ സ്റ്റേ ആവുന്നത്. സോ അതിന് വ്ളോഗ് ഞാൻ നാളെ ഇടും ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേക്ക് എനിക്ക് കമൻറ്റും ലൈക്ക് അടയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ബായ്.